നമസ്കാരം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് അടച്ചിട്ടിരിക്കുന്ന വീടുകളിൽ കയറി പാത്രങ്ങൾ മാത്രം മോഷ്ടിക്കും. വേറെ ഒരു സാധനം എടുക്കില്ല. പാത്രങ്ങളെന്ന് പറഞ്ഞാൽ അലുമിനിയം പാത്രം, പിത്തള പാത്രം, വിലപിടിപ്പുള്ള പാത്രങ്ങൾ മാത്രം എടുത്ത് ചവിട്ടിച്ചപ്പിച്ച് അക്രിക്കടയിൽ കൊടുക്കുക, കാശ് അപ്പം തന്നെ വാങ്ങുക, അവിടെ സ്ഥലം വിടുക. അപ്പോൾ ഇന്ന് ഒരു വീട്ടിൽ കയറാൻ വേണ്ടി സഹായത്തിന് ഒരാളെ കൂടെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇവിടെ എവിടെ സ്ഥലം പരിശോധിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ പരശോക്കിൽ മറ്റേ പരശോക്കിലാണ് മറ്റേ രണ്ട് ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അതിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. അവിടെയാണ് ഡെയിലി ഇവിടെ പണിക്ക് വരും. ഇവിടെ എത്ര ഉണ്ട് ശമ്പളം? ഇവിടെ 1400. ഒരു ചോറ ഒരു 5 രൂപ. കണ്ടാക്ക് വെച്ച്. പക്ഷെ ഇത് ഓടയല്ലേ ഇപ്പോൾ കോരിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അഴുക്കില്ലല്ലേ? അപ്പോൾ ഈ കോരണത് ഈ കണ്ടാക്ക് തന്നെ എടുത്തോണ്ട് പോകും. ഈ മണൽ ഇതെല്ലാം എടുത്ത് മാറ്റണം. മണൽ നമ്മൾ തന്നെ കൊണ്ടുപോകണം. ഓ അത് ശരി. മണല് ഉദവല്ല, പുല്ലേത്തണ എല്ലാം നമ്മൾ തന്നെ എടുത്ത് മാറ്റണം. ഓ അത് ശരി. അടുത്ത് കണ്ട ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ അവിടെ പറക്കിട്ട് വേണമെങ്കിൽ ആരെങ്കിലും പൈസ ചോദിച്ചാൽ പൈസക്ക് കൊടുക്കാൻ പറ്റും ഇല്ലേ? അവർ പൈസക്കൊന്നും അല്ല, എങ്ങനെയെങ്കിലും വാരിയിടാൻ പറയുകയാണെങ്കിൽ വണ്ടിയിൽ തന്നെ എടുത്ത് അങ്ങ് ഇട്ട് കൊടുക്കും. ഉരുട്ടുവണ്ടി അവർ കൊണ്ടുവരും. അത് നമ്മൾ ഉരുട്ടുവണ്ടി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതായിട്ട് അങ്ങോട്ട് കൊടുക്കുമല്ലേ? അങ്ങോട്ട് വിളയിലങ്ങ അവർ നീ തരും. ചിലവർ തരും, ചിലവർ തരില്ല. ഞാൻ 3 ടിപ്പർ ശനിയാഴ്ച ആയിരുന്നു കയറ്റി വിട്ടു കൊടുത്ത്. നമുക്ക് എന്തായാലും മാറിയേ പറ്റൂ. കൺട്രാക്ടിന്റെ പൈസയിലല്ലേ നമ്മൾ കഴിക്കുന്നത്. ഇവിടെ പറഞ്ഞ് പാടി കയറ്റി വിട്ടു ഓടിക്കും. 500 രൂപ 3 ലോഡ് കയറ്റി വിട്ടു. അപ്പൊ ഇവിടെ എത്ര വർഷം കൊണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് വർക്കിംഗ് ഇങ്ങനെ തുടങ്ങിയിട്ട് എന്റെ 12ാമത്തെ വയസ്സിൽ മേസിൽ പണിക്ക് വന്നതാണ്. എവിടെ? ഇവിടെ കേശവ കൽപ്പന തിയേറ്ററിന്റെ ബാക്കില് തൊട്ട് ബാക്കിൽ ആ കുത്തറ കത്തയുടെ സൈഡ്. അത് ശരി. 12ാമത്തെ വയസ്സില് ഫസ്റ്റില് തിരുവനന്തപുരം കാണാണ് മേസിൽ പണി. അത് ശരി. കൈയും കാലും ഒക്കെ 3ന്റെ അന്ന് വ്യാഴാഴ്ച ആയപ്പോ പൊള്ളി. എനിക്ക് അറിഞ്ഞൂടാ. ഈ സിമെന്റിന്റെ ചെരുപ്പില്ല, 2ാമത്തെ തേച്ചുണ്ട്. നേരെ വെള്ളത്തൂടെ നടന്ന് പൊള്ളി തരിപ്പാണ്. പിന്നെയാണ് ആ കൂടെ വന്നമാര് ചെരുപ്പ് വാങ്ങിച്ചത്. അന്ന് എല്ലാരും വീട്ടിൽ പോകില്ല, പണിയാണ് സൈറ്റിൽ തന്നെ കിടക്കും. ശനിയാഴ്ച പോകുള്ളൂ. അന്ന് എത്ര ശമ്പളം? അന്നാ 12 രൂപ. വെറും 12 രൂപ 12 രൂപയിൽ 2 രൂപ കണ്ട്രാക്ട് എടുക്കും. 10 രൂപ കയ്യിൽ. 10 രൂപ അന്നുകൊണ്ട് കമ്മീഷൻ അല്ലേ? 2 രൂപ എടുക്കും അന്നല്ലേ. ഇന്ന് ഇവിടെ 1500 വാങ്ങി. 1500 രൂപ എനിക്ക്. 100 രൂപ എടുക്കുള്ളൂ. പരിചയമുള്ള കണ്ടില്ലേ? വീട്ടിന്റെ തൊട്ടടുത്തൊക്കെ തന്നെ സെറ്റ് ചെയ്തിട്ട് പോകാൻ. നമുക്കിപ്പോൾ എന്ന് പറഞ്ഞാലേ നമ്മുടെ മോളിൽ ഇരിക്കുന്ന ആ പാത്രങ്ങളെല്ലാം പറക്കി കെട്ടണം. അതിനു മുമ്പ് എനിക്ക് വിശക്കണം. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടായി ഇതുവരെ 2 ഉള്ളി എന്തെങ്കിലും അരിഞ്ഞേരി. വെള്ളമൊക്കെ എടുത്തു തരാം. തണുത്ത വെള്ളം വേണം കുടിക്കാൻ. തണുത്ത വെള്ളം നോക്കട്ടെ കുപ്പിയിൽ. അങ്ങനെ ഒരു 2 ഉള്ളി അരിഞ്ഞു തരണേ. ചെറിയ ഉള്ളി ഇവിടെ നേടി. ദോശ 2 ദോശ കൂടെ എടുക്കട്ടെ. എനിക്കൊന്നും വേണ്ട. ഓംലേറ്റ് അടിക്കാമല്ലോ. ഒരു ഓംലേറ്റ് കഴിക്കണേ കുഴപ്പമില്ല. വെള്ളക്കോഴി ഇറച്ചി മുട്ട കഴിച്ചില്ലേ? അവിടെ ഇരിക്കും. അവിടെ ഇരിക്കും. ഒരു ദോശ കഴിക്കാമല്ലോ. എൻ്റെ കൂടെ കമ്പനിക്ക് ഒരു ദോശ കഴിക്കാമല്ലോ. പകുതി ദോശ കഴിക്കാമല്ലോ.
കുഴപ്പമില്ല അരി. കണ്ണു നീർന്ന ചമ്മന്തി ഉണ്ട് കേട്ടാ, ചമ്മന്തി ഉണ്ട്. ഒരു ദോശ കഴിക്കാം. വെള്ളം എടുത്തോളി. ഓംലെറ്റ് ഇപ്പോൾ കഴിക്കുന്നില്ല, പറ്റൂല. ഇതാ അത് അവർ വാടകയ്ക്കായിരിക്കും, എനിക്കറിയില്ല അത്. ഓ ഇതിപ്പോ സാറല്ലേ മാറിപ്പോണത്? ചൂട് നമ്മളെ ഞാൻ ഈ പാത്രങ്ങളെല്ലാം പഴയവരേക്ക് അങ്ങ് വാങ്ങിച്ചു. ഓ അവരങ്ങ് എവിടെയാണ് പോകണം. അപ്പം ഈ പാത്രങ്ങളെല്ലാം കൂടെ നമുക്ക് വാരി കെട്ടി വെച്ചാൽ വൈകിട്ട് എടുത്തുകൊണ്ട് പോകും. മനസ്സിലായ? അല്ല, വീട് ആരെയെന്തോ അതൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്ക് മെയിനായിട്ട് പാത്രം, പഴയ പാത്രങ്ങൾ എടുക്കുക, അടിച്ച് ചപ്പിച്ച് ചൂട് ഇലയിൽ കൊടുക്കും, അടിച്ച് ചപ്പിച്ച് നേരെ പാത്രക്കടയിൽ കൊണ്ട് കൊടുക്കും. പാത്രം കോവി എന്നൊക്കെ പലരും വിളിക്കുന്നു, പല പേരിൽ വട്ടപ്പേരിലൊക്കെ വിളിക്കും. ഒരു ദോശ കൊടുത്തോട്ടോ, കറി കഴിക്കും, വെള്ളം എടുത്ത് ഒഴിച്ചു. മാറിപ്പോകാൻ വഴിയില്ല, സാധനങ്ങളെ കിടക്കല്ലേ, മാറിപ്പോകാനൊന്നും വഴിയില്ല. അല്ല ഈ കാപ്പിയൊക്കെ ഉണ്ടാക്കി, അതുകൊണ്ടാണ് ചോദിച്ചത്. ഞാൻ ഇവിടെ പോയാലും കയറി കാപ്പിയൊക്കെ ഉണ്ടാകും. എല്ലാ വീടും എനിക്കൊന്നുപോലെ തന്നെ, മനസ്സിലായ? ഞാൻ നേരത്തെ തുറന്ന് നോക്കിയപ്പോൾ മുട്ടയൊക്കെ ഇരിക്കണം, അതിലെ ഞാൻ മുട്ടയൊക്കെ കഴിക്കാം. വിശന്നു ഇന്ന് കഴിച്ചില്ല. ഇച്ചിരി വെള്ളം ചോദിക്കും. എല്ലാം കൂടെ കൊണ്ട് കൊടുത്തു. എനിക്ക് ഈ മാച്ച് മറുകച്ചവടം പറഞ്ഞാലേ എടുക്കുക, ചവിട്ടിച്ചപ്പിക്കുക, ആക്രിക്കടയിൽ കൊണ്ട് കൊടുക്കുക, പൈസ വാങ്ങുക. ഇവർ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ മതി എന്ന് പറയും ചിലവരൊക്കെ, മനസ്സിലായ? ചിലവർ തരില്ല, ചിലവർ തരില്ല, പുറത്തേക്ക് ഉപ്പ് വയ്ക്കില്ല. അങ്ങനെയുള്ള വീട്ടിലാകുമ്പോൾ ഞാൻ കയറും. മതിയാ? എലിയാ എരിച്ചാഴി എന്തിനാ ഉണ്ടെന്ന് തോന്നുന്നു. വരും കൈയെഴുതിരിക്കും. എന്നിട്ട് അവിടെ വെച്ചാൽ മതി, ഞാൻ നമുക്ക് എല്ലാം കൂടെ പറക്കി കൊണ്ട് പോകാനുള്ളതല്ലേ. അവിടെ ആ മൂലയ്ക്ക് വെച്ചേക്ക്, അവിടെ വെച്ചേക്ക്. ദോശ ഒരെണ്ണോടെ കഴിക്കാമായിരുന്നു.
ഒരു ദോശ കൂടെ കഴിക്കാമായിരുന്നു. പറ്റൂല അല്ലേ? ഇരിക്കും. ഞാൻ ഇത് കഴിച്ചോട്ട് കഴിക്കാനുള്ള സമയം തിരി. ഒരിക്കും കഴിക്കാം. ആര് പറഞ്ഞാരോ? ആര് പറഞ്ഞു? കഥ തുറന്നിട്ടേക്കുന്നു. ജനലൊക്കെ തുറന്നിട്ടേക്കുന്നില്ല. ഞാൻ അടച്ചിട്ട് പോയതാന്നില്ല. ഞാൻ പൂട്ടിയിട്ട് പോയതല്ലേ. നിങ്ങൾ അവിടെ പോണ്? ചേട്ടൻ എങ്ങും പോട്ടെ. ചേട്ടാ അവിടെ ഞാൻ ചോദിക്കട്ടെ. അവിടെ ഇരിക്കേ. ചേട്ടൻ അവിടെ ഇരിക്കേ. നീ ഇവിടെ ഞാൻ പണിയുന്നുണ്ട്. നീ എന്താ ഇവിടെ? നീ എന്താ ഇവിടെ? പാത്രങ്ങൾ എടുക്കാൻ വന്നത്. ആരുടെ പാത്രങ്ങള്? ഇവിടെ ഒരു വീട് വൃത്തിയാക്കണം. 1 മണിക്കൂർ ചേച്ചി പറയണേ. അപ്പോഴത്തേക്ക് പറഞ്ഞു വന്നത്തിരി പറക്കി വെളിയിൽ വെച്ച് കാണും. അതിന്റെ ശമ്പളം തരാം. അപ്പോൾ കൺട്രാക്ടിന്റെ അടുത്ത് കേട്ടപ്പോൾ കൺട്രാക്ട് പറഞ്ഞു പെയ്യിട്ട് ഇതേപോലെ ഇവിടെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞു. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വാക്ക് കേട്ടുകൊണ്ട് ചേച്ചി എന്റെ വീട് പാറശാലയാണ്. സ്വന്തം നാടോ? പാറശാലയാണ്. ഞങ്ങൾ ഡെയിലി പെയ്യ് പറഞ്ഞ ചേച്ചിയാണ് ഈ വീട്ടിൽ താമസിക്കണേ. ചോദിക്കട്ടെ. അപ്പോൾ റോഡിന്റെ സൈഡ് എത്തി വഴിക്ക് ചാലുപോയാലൊക്കെ ഉണ്ട് ജോലി. എന്റെ മോത്തോയ്ക്ക് കഴിക്കട്ടാ വരിക്കുണ്ട് ഇന്ന് ചോറ് കണ്ടിട്ട് അവിടെ കയറി ഇരുന്നപ്പോഴാണ് ഇങ്ങനെ വന്ന് വിളിച്ചത്. അപ്പോഴത്തേക്ക് പറഞ്ഞു ബൈക്കിൽ കൊണ്ടുപോയിട്ട് അതേപോലെ കൊണ്ടുപോകണം, പൈസയും തരണമെന്ന് പോവാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ വണ്ടിയിലെ ഹെൽമെറ്റും എടുത്തും കൊണ്ട് വന്നു. അപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത്. ഇവൻ ആരാന്നറിയാമോ? അറിഞ്ഞൂടാ. ഇവന്റെ പേരെന്താന്നറിയാമോ? ഇവന്റെ ജോലി എന്താണെന്നറിയാമോ? അറിഞ്ഞൂടന്നു. ഒരാൾ വിളിക്കുമ്പോൾ ഇങ്ങനെ ചാടി പുറപ്പെടുന്നതിന് മുമ്പ് അവൻ ആരാണ് എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ ചേട്ടാ? എന്റെ പൊന്ന് ചേച്ചി എനിക്ക് അറിഞ്ഞു. വെള്ളം തീർന്നാടെ ഇത്തിരി വെള്ളം ഒഴിയടേ. നിന്നെ ഈ അയലത്ത് എവിടെങ്കിലും കയറ്റുമോ? ഇത് പാത്രം ഗോപി. പേര് വല്ലതും പറഞ്ഞായിരുന്നോ? ഇത് പാത്രം ഗോപി. ജോലി എന്നറിയാവോ? ഇവന്റെ ജോലി മോഷണമാണ്. ഒരു വീട്ടിൽ ഇവനെ കയറ്റത്തില്ല. എന്റെ പൊന്ന് ജോലിയൊക്കെ ചെയ്യും, പക്ഷെ നമ്മൾ ഉള്ളപ്പോഴേ ചെയ്യത്തുള്ളൂ, പിന്നെ ചെയ്യൂല. പിന്നെ ഇവൻ പരിസരത്ത് വല്ലതും നോക്കണ്ട. എന്റെ വീടിന്റെ താക്കോൽ ഇത് എങ്ങനെ തുറന്നു? പുള്ളിക്കാരൻ എന്താ പറഞ്ഞു? ചേച്ചി അങ്ങനെ സ്വന്തം തുറന്നു. ഇവന്റെ വീടാണോ അതിനത്? എനിക്കറിയില്ലല്ല. ഞാൻ ഇന്നെടുത്ത് 1 മണിക്കൂർ ഇത്തിരി പാത്രങ്ങൾ പറക്കി ഒതുക്കി തരണം. എന്റെ പൊന്നെ, ഞങ്ങൾ ഇത് എന്റെ സ്വന്തം വീട്. ഞാൻ എവിടെ പാത്രം പെറുക്കിക്കൊണ്ട് പോവാൻ ഇവിടെ എല്ലാം പെറുക്കി വെച്ചിട്ട്. ചേച്ചിയുടെ വീടായിരുന്നു. നിനക്ക് എന്താ അറിയാൻ വയ്യായ? നീ ഇവിടെ വന്നിട്ടില്ലയോ? അതെങ്ങനെ? 1400 രൂപ 1 മണിക്കൂർ പറക്കി വൃത്തിയാക്കി ഒതുക്കി തരുമെന്നിട്ട്. അങ്ങനെയാണ് കൺട്രാക്ടിന്റെ അടുത്ത് കേട്ടോ. ഇത് എവിടെ ചെന്ന് എടുത്തത്? എന്റെ കൊച്ചുങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റുന്ന ദോശയും ചമ്മന്തിയാ. ഇനി വേറെ എന്തൊക്കെ എടുത്തതിനകത്തുനിന്ന്? വേറെ എന്തൊക്കെ എടുത്തെന്ന് അടുക്കളക്കകത്തുനിന്ന്? ഞങ്ങൾ കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ പറക്കാന്ന്. അവന് വേറെ വേർപ്പ് എനിക്ക് പറ്റൂലടേ. അധ്വാനിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവന് വിയർപ്പ് പറ്റില്ല. എന്തിനാ ചേട്ടാ ഇവന്റെ കൂടെ ഇറങ്ങി വന്നത്? ചേട്ടൻ അവസാനം കുറ്റക്കാരനാവൂലേ? ഞാൻ എങ്ങനെ അങ്ങ് എത്തുമെന്ന് നിനക്ക് നാണോടാ? നിനക്ക് നാണോടാ? നിനക്ക് അസുഖോടാ? നിനക്ക് വീട്ടിൽ കയറി ഇറങ്ങി മോട്ടിക്കാൻ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ വന്നിരുന്നതാ. ഞാനിപ്പോ കണ്ട വിളിച്ചു കൂട്ടും. ആൾക്കാരെ വിളിച്ചു കൂട്ടില്ലല്ലോ. നിന്നെ ഇന്ന് പൂസാക്കും. ഒന്ന് കൊടുക്ക്. 12 രൂപയ്ക്ക് ഞാൻ ഇവിടെ ക്യാഷ് ചെളി വെള്ളം കുടിക്കാൻ വന്നാണ്. അറിയാം നീ പറഞ്ഞു ഞാൻ കേട്ടല്ല നീ പറഞ്ഞത് നേരത്തെ. എന്റെ പൊന്നു പെങ്ങളെ വന്ന് കഥ തുറന്നപ്പോ ഞാൻ വിചാരിച്ച സംഭവം ശരിയാണ്. ഇവന് അധ്വാനിക്കുന്നവർ വില അറിഞ്ഞൂടാ. പറഞ്ഞ ഇങ്ങനെ ജീവിക്കുന്നല്ലോ. കാര്യമായിട്ട് പറയണു. ഒരു 5-6 പാത്രം ഇരിക്കുന്നു. അപ്പോഴും ഞാൻ ചോദിച്ചു നിങ്ങൾ വാടക വീട് മാറാൻ പോകണം. എന്നിട്ട് ഒരുമാതിരി ഇരുന്ന് ഇരി അവന്റെ ഇവന് അങ്ങനെ നമ്മൾ കിട്ടത്തിന്റെ കുറവുണ്ട് ഇവന്. നീ എങ്ങനെ വീട്ടിൽ കയറി?
എങ്ങനെ അറിയാം താക്കോല വെച്ചിരുന്ന ചേച്ചി? ഞാൻ താക്കോല് ഞാൻ പൂട്ടി കൊണ്ടുപോയില്ലയോ, കുത്തി തുറന്ന് അമ്മ കുത്തി തുറന്നു. പിന്നെ ഇടിയൊന്നും പോരാ, ഇവൻ ഈ ഇടിയൊന്നും പോരാ. താക്കോലുണ്ടെന്ന് ഇങ്ങനെയാണ്. എന്റെ പൊന്നണ്ണ, നീ അല്ലേ താക്കോൽ എടുത്തു വന്നാടാ? എന്റെ ഉടുപ്പും എല്ലാം ബൈക്കിലിരിക്കുന്നു. അത് സാധുവാടാ, അത് സാധുവാ. ഇതിന്റെ വല്ല ആവശ്യമുണ്ട് ഒരു പാവത്തിനെ വിളിച്ചോണ്ട് വന്നത്? എടാ നിനക്ക് മോട്ടിക്കാൻ പോടെ നിങ്ങൾ ഒറ്റയ്ക്ക് ഓരോ മോട്ടിച്ച പോരായിരുന്നടാ. അവിടെ ഇരുന്നു അവിടെ. ഇവനെ നമുക്ക് ഇന്ന് ഒരു പാഠം പറയും. ഇനി മേലിൽ ഒരു വീടും കുത്തി തുറന്ന് ഇവൻ കയറരുത്. പറ മനസ്സിലായല്ലോ? ഇവനെ ഇന്ന് ശരിയാക്കണമെന്ന്. മേലെ ചെയ്യരുത് ഇങ്ങനെ. ഈ ദോശ കഴിച്ചോട്ടെ. എടാ ഇതിനെക്കാട്ടില്ലേ റെയില് ഒഴിഞ്ഞ് കിടക്കണം, അവിടെ പോയി ചാടറ. അത് തന്നെ, അതല്ലേ നല്ലത്. അന്തസ്സതല്ലേ? പൂച്ചയെങ്കിലും 4 കഷ്ണം തിന്നൂടെ? എന്റെ ശരി. പിന്നെ വിശന്നിട്ടല്ലേ എടുത്ത് ആരെടുത്ത് കഴിച്ചത്? എടാ അധ്വാനിച്ച് ജോലി ചെയ്ത് അധ്വാനിക്കണം. എനിക്ക് അധ്വാനിക്കാൻ പറ്റില്ല, വേർപ്പിന്റെ അസുഖമുണ്ട്. വല്ലവരും ഉണ്ടാക്കി അധ്വാനിച്ച് വെച്ചേക്കുന്നു മോട്ടിച്ച് തിന്നണം. അവൻ അതാണ് ശീലം. മനസ്സിലായോ? ഞാൻ നിന്റെ അടുത്ത് എടാ ഈ നടുവയില്ലെന്ന് കണ്ട് ഞാൻ പാടുപെടുന്നത് എന്തിനെന്നറിയാം? എനിക്ക് ഒരുത്തനെ തണ്ടാതെ വൈകിട്ട് ഒരു ക്വാർട്ടർ അടിക്കാനും വീട്ടുകാർക്ക് 500 രൂപ കായ് കൊണ്ടുപോകണ്ടോ? മനസ്സിലായി? അങ്ങനെ ആണുങ്ങൾ കേട്ടോ. എനിക്ക് ഒരുത്തനെ തെണ്ടി ചായ കുടിക്കണ ഇഷ്ടമല്ല. അത്രയും കമ്പനിയുള്ള അവിടെ കൂടെ ഉള്ളവർ ഒരുത്തർ ചായ വാങ്ങിച്ചാൽ പിറ്റേന്ന് ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ പോക്കില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചു കുടിക്കില്ല. എടാ ഞാൻ നിന്റെ ഓപ്പോസിറ്റ്. നിനക്ക് എന്നെ മനസ്സിലായില്ലേ? നീ അങ്ങനെയൊക്കെ നല്ലതാണ്. നമ്മൾക്ക് ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. ഒന്നത് ഇവൻ ഈ വിളിച്ച് അപ്പോഴത്തേക്ക് ഞാൻ വീട് മാറുന്നല്ലോ വയ്ക്കുന്നത്. വീട് മാറിപ്പോവാനാ എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോഴത്തേക്ക് അല്ല ഒരു നിമിഷം, ഇത് പുള്ളിയുടെ വീടാന്ന് പറഞ്ഞാ? ഇത് ഇവന്റെ വീടാണെന്ന് പറഞ്ഞാ? എന്റെ ഫോൺ ഇവിടെ നോക്കിക്കോണേ. ഞാൻ പോട്ടെ. നീ അവിടെ ഇരിടാ. വിട്. ഞാൻ പോട്ടെ. അവർ പോയി, ഞാൻ പോട്ടെന്ന്. വേണ്ടെന്ന്. ഞാൻ കുറ്റക്കാരന്, നീ നല്ലവനോ അവനാ. നീ ഇവിടെ നീ കൈ വിട്. എടുത്ത് ചൊറിയട്ടെ. ചൊറിയട്ടെ. അല്ലെ നീ മൂക്ക് ചൊറിയാ. മൂക്കിന്റെ തുമ്പ് കടിക്കുന്ന ചൊറിയട്ടെ. പെങ്ങളെ വാ, ഇവിടെ ഇതാ എന്നെ തലച്ച് ഒതറിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ ഇത് ഒരു പ്രോഗ്രാമാണ്. ഇതൊരു പ്രോഗ്രാമാണ്. ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമാണ്. അല്ലാതെ ചേട്ടനെ കൊണ്ട് ഇവിടെ പെടുത്തിയതൊന്നും അല്ല. പറഞ്ഞാൽ മനസ്സിലായാ? പറയണേ. കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ ചെയ്തിട്ട് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം കേട്ടില്ല കേട്ടാ. അല്ല ചേട്ടനെ പെടുത്തിയൊന്നല്ല. ചേട്ടൻ ഇപ്പം അവിടെ കണ്ടാക്കത്തിന് മുമ്പ് കൊണ്ടുവിടുകയും ചെയ്യും. ഓക്കെ. ചേട്ടൻ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വല്ല നടക്കുവോ? അവിടെ വാതിലൊന്നുമില്ല. അടിക്കില്ലേ? ചേട്ടൻ പറയ്ക്കുമായിരുന്നു. ആരായാലും പേടിക്കും. പിന്നെ ജീവിതത്തെന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്തവന്റെ പൈസ എടുക്കണത് ഇഷ്ടമല്ല. നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം സഹായിച്ച് നല്ല രീതിക്ക് 35 കൊല്ലം വണ്ടി ഓടി, കരിങ്കല്ല് വണ്ടി, അതില് സമ്പാദിക്കേണ്ട എല്ലാം സമ്പാദിച്ചു. 12ാമത്തെ വയസ്സിൽ ചേട്ടൻ അമരവിള അല്ലേ പരിശോധിക്കൽ നേരെ തിരുവനന്തപുരത്ത് ജോലി തേടി വന്നതാണ്. അന്ന് തൊട്ട് പിന്നെ തിരുവനന്തപുരത്തുള്ള പല ജോലികളും ചെയ്യുന്നുണ്ട്. ഇന്നും അങ്ങനെ ഒരു ജോലിയിൽ നിൽക്കുന്നതിനിടയിലാണ് ഞാൻ ചെന്ന് പൊക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കുറച്ച് പാത്രം നമുക്ക് അവിടെ നിന്ന് പറക്കി കെട്ടിയേക്കണം, വൈകിട്ടാകുമ്പോൾ ലോറി കയറ്റി കൊണ്ടുപോകാനാണ്. എന്ന് പറഞ്ഞാൽ അതിനെന്ത് കുഴപ്പമില്ല, ഞാൻ സഹായിക്കാൻ വരാം എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഇറങ്ങി പോന്നു. മനസ്സിലായില്ലേ? ഇപ്പോൾ എടുത്ത് ചാടിയപ്പോൾ അബദ്ധമാണെന്ന് വിചാരിച്ചു അല്ലേ? അപ്പോൾ ചേട്ടന് ഞങ്ങളുടെ ബിഗ് പ്രാങ്ക്സിൻ്റെ വക കുറച്ച് സമ്മാനങ്ങളുണ്ട്. ബിഗ് പ്രാങ്ക്സിൻ്റെ വക ഒരു ക്യാഷ് പ്രൈസ് ഉണ്ട്. കോശി യുറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം, സുൽത്താൻ ലക്കി സെന്റർ പറണ്ടോട് നൽകുന്ന സമ്മാനം. ഓക്കെ.